ഓർക്കുമ്പോഴിപ്പോഴും കുളിരാണുയിരാകെ കനവിൽ കുതിർന്നൊരാ രാത്രി ഉണരാതിരിക്കാൻ കണ്ണുകളിറുകെ ഉണർന്നു കിടന്നൊരാ രാത്രി ഓർക്കുമ്പോഴിപ്പോഴും കുളിരാണുയിരാകെ കനവിൽ കുതിർന്നൊരാ രാത്രി ഉണരാതിരിക്കാൻ കണ്ണുകളിറുകെ പുണർന്നു കിടന്നൊരാ രാത്രി. ചേട്ടന്റെ കാസറ്റ് ഉണ്ട്, മിക്സിംഗ് ഉണ്ട്, പുറത്താണ്. ദശപുഷ്പങ്ങൾ എന്നാണ് എന്റെ പേര്. കണ്ടിട്ടുണ്ടല്ലോ? ദശപുഷ്പങ്ങൾ. ചെറിയ അബദ്ധമുണ്ട്. ദശപുഷ്പം എന്നാണ് പേര്, പക്ഷെ 11 പാട്ടുണ്ട്. അത് എന്താ വെച്ചാല് അതിപ്പോഴും സിനിമാ രംഗത്തൊരു നമ്മുടെ മുകേഷും വേണുവൊക്കെ തമാശ സത്യമാണ് താൻ. എനിക്കത് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല. അല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. സത്യം അത് എഴുതിയത് ബിച്ചു തിരമല. അപ്പൊ ആദ്യത്തെ റെക്കോർഡാ. അപ്പൊ എനിക്ക് സിനിമയൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ബേസിക് സോങ് കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം സിനിമയ്ക്ക് ആരും വിളിക്കുന്നില്ല. പിന്നെ വിളിക്കത്തക്കവണ്ണമുള്ള ആൾക്കാർ വിൻസെൻ്റ് മാഷും തോപ്പിലാശാനും ഇവരൊക്കെ വല്ലപ്പോഴും ഒരു പടമുള്ളൂ, അതിനൊക്കെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ വിളിക്കാതിരിക്കുന്ന കാലത്ത് ഒരുപാട് മാസങ്ങൾ വീട്ടിലയച്ചു കൊടുക്കാൻ പൈസയില്ല, കയ്യിലും പൈസയില്ല, കടം മേടിക്കാൻ ഒരു ജാള്യതയും. എങ്ങനെ ചോദിക്കും? കാരണം മദ്രാസിൽ ഈ കടം മേടിച്ച് നടക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. നാളത്തെ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അവന് ഞാൻ ചോദിക്കാൻ ഒരു മടി, അതിൽ പെടും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ജയചന്ദ്രനായിട്ട് അടുപ്പായിപ്പോയി. നമ്മുടെ പാട്ടുകാരൻ, അയാൾ കുടുംബ ബന്ധമുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ബന്ധമൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറം ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ ആ ജയ അങ്ങനെ സംഭവം ഉണ്ട്. ഒരു പിന്നെ ബിച്ചു തിരുമല എഴുതി ഒരു 10 സോങ്സ് റെഡിയാണ് ഇപ്പോൾ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പാട്ടിന് അസുഖം ഉണ്ടെന്ന് ചേച്ചനറിയാം, പാട്ട് കേൾക്കട്ടെ പറഞ്ഞു. അങ്ങനെ ആ കാസറ്റിലാക്കി കൊടുത്തു. അങ്ങനെ സംഗീത റെക്കോർഡിങ് കമ്പനി ഉണ്ട്, അവർക്ക് ജയൻ കേൾപ്പിച്ചു കൊടുത്തു. അപ്പം ജയൻ്റെ ധൈര്യത്തിൽ അവർ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ പൈസയും കിട്ടി. അപ്പോൾ അതിൽ വന്നപ്പോൾ 10 പിന്നെ ദശപുഷ്പം എന്ന് ബിച്ചു ആദ്യം പേരം കേട്ടു. എന്നിട്ട് ലേബലും അടിച്ചു കഴിഞ്ഞു. പാട്ട് വന്നപ്പോൾ ഒരു പാട്ടും കൂടി വന്നാലേ അവർ മിനിറ്റ് തികയുള്ളൂ. കാസറ്റ് മിനിറ്റ് തികയുള്ളൂ. അയ്യോ സാർ ഒരു പാട്ടും കൂടി വേണമല്ലോ. ഇത് ലേബൽ അടിക്കുകയും ചെയ്തു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒരു പാട്ടും കൂടി ട്യൂൺ ചെയ്തു. ദശപുഷ്പങ്ങൾ +1. ദശപുഷ്പം 11 പുഷ്പമായി മാറി.